വെൽക്കം. സർഗലയം 2020 വാഹിബുലുലു മദ്രസ വിദ്യാർത്ഥികളുടെ തിരുകീർത്തന സദസ്സ് ഉദ്ഘാടന സെഷൻ ആരംഭിക്കുന്നു. പ്രാർത്ഥന ഉസ്താദ് അബ്ദുറഹ്മാൻ അൻവരി ചാലിശ്ശേരി. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما ثنيت على نفسك فلك الحمد حتى ترضى. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد. اللهم إنا نسألك بحق الفاتحة المعظمة والسبع المثاني أن تفتح لنا كل خير وأن تتفضل علينا بكل خير وأن تجعلنا من أهل الخير وأن تعاملنا يا مولانا معاملتك لأهل الخير وأن تحفظنا في ديننا وأنفسنا وأهلنا وأولادنا وأصحابنا وأحبابنا من كل محنة وفتنة وشدة وعين وسهر ومكر وكفر ومشقة وبوس ومرض وضير. إنك ولي لكل خير ومتفضل بكل خير ومعت لكل خير. اللهم بارك لنا في جميع أمورنا خصوصا في أمرنا هذا يا رب العالمين. اللهم احفظنا واحفظ أهالينا من كل آفة ومصيبة وأمراض يا أرحم الراحمين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. സ്വാഗത ഭാഷണം നടത്തുന്നു ഷാഫി സഖാഫി. ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപദാനങ്ങളും അവിടുത്തെ മദ്ഹുകളും ചരിത്രങ്ങളും പറയുകയും പാടുകയും സ്മരിക്കുകയും ചെയ്യുന്ന സുന്ദരമായ മുഹൂർത്തത്തിലൂടെയാണ്, സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിരറ്റ് സ്നേഹിച്ച് അവിടുത്തോടു കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന മുത്തഖീങ്ങളിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഹിലാൽ ജുമാ മസ്ജിദ് വാഹിബുലുലു മദ്രസ മഹല്ല് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മെഹ്ഫിലെ മീലാദ് 2020 പ്രധാന ഇനമായ ഭാഗമായ മദ്രസ വിദ്യാർത്ഥികളുടെ
തിരുകീർത്തന സദസ്സാണ് നാം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 27 ഇനങ്ങളിലായി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മത്സരമായിട്ട് നാം പരിപാടികൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഈ വർഷത്തിൽ നമ്മുടെ മദ്രസയിൽ നിന്ന് ഫസ്റ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക്, ഒന്നാം സ്ഥാനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ മത്സരം നടത്തുകയും ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ ലഭിച്ചിരുന്നു, സമ്മാനങ്ങൾ നൽകിയിരുന്നു. എന്നാൽ ഈ വർഷം ഫസ്റ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അപ്ഗ്രേഡായ രൂപത്തിൽ റേഞ്ച് തലത്തിലുള്ള മത്സരത്തിലും പങ്കെടുക്കാനുള്ള അവസരം നമ്മുടെ റേഞ്ച് കമ്മിറ്റി രൂപപ്പെടുത്തിയിട്ടുണ്ട്. അഭിനന്ദനാർഹമാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. നീട്ടി സംസാരിക്കുന്നില്ല. നമ്മുടെ ഈ മജ്ലിസ് ഉദ്ഘാടന സെഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വിദ്യാർത്ഥികളുടെ പരിപാടികൾ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ക് വെക്കുന്ന, പ്രിയം വെക്കുന്ന, സ്നേഹിക്കുന്ന, അവിടുത്തെ ഉയർത്തി പറയുന്ന, എല്ലാം അവിടുത്തോട് സമർപ്പിക്കുന്ന രൂപത്തിലുള്ള വിദ്യാർത്ഥികളുടെ പരിപാടി ഇൻഷാ അല്ലാഹ് നമുക്ക് ഭംഗിയാക്കി നടത്തണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് പ്രത്യക്ഷത്തിൽ ഒരു സദസ്സ് സംഘടിപ്പിച്ച് നമുക്ക് വിദ്യാർത്ഥിനികളുടെ പരിപാടികളൊന്നും നടത്താൻ പറ്റാത്ത സാഹചര്യമാണ്. അതിനാൽ എല്ലായിടങ്ങളിലും നടക്കുന്നത് പോലെ തന്നെ ഓൺലൈൻ ആയിക്കൊണ്ട് നമ്മുടെ പരിപാടികൾ ഇൻഷാ അല്ലാഹ് ആരംഭിക്കും. അല്ലാഹു തആല നമ്മുടെ എല്ലാ വിഷയങ്ങളും നല്ല രൂപത്തിൽ ഭംഗിയായി നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പരിപാടി അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട മഹല്ല് പ്രസിഡന്റ് അഷ്റഫ് KV അവറുകളാണ്. ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മഹത്തരമായ നമ്മുടെ ഈ മജ്ലിസ് സദസ്സ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് മഹല്ല് ഖത്തീബ് കൂടിയായ ബഹുമാനപ്പെട്ട അബ്ദുൽ ജലീൽ അഹ്സനി ആലൂർ ഉസ്താദ് അവർകളാണ്. ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഉസ്താദുമാർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എല്ലാവരെയും, പ്രത്യേകിച്ച് നമ്മുടെ പരിപാടികൾക്കൊക്കെ നേതൃത്വം നൽകുന്ന PTA പ്രസിഡന്റ് സിദ്ദീഖ് ഹാജി അവർകളെയും മറ്റു സെക്രട്ടറിമാരെയും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ സ്ഥാനത്തേക്ക് ക്ഷണിച്ച് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉദ്ഘാടനം നിർവഹിക്കുന്നു ഒതളൂർ മഹല്ല് ഖത്തീബ് അബ്ദുൽ ജലീൽ അഹ്സനി ആലൂർ. ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ മഹല്ല് പ്രസിഡന്റ് KV അഷ്റഫ് സാഹിബ് അവർകൾ, മഹല്ല് ട്രഷറർ ഷംസുദ്ദീൻ ഹാജി, PTA പ്രസിഡന്റ് സിദ്ദി ഹാജി, മറ്റു കമ്മിറ്റി ഭാരവാഹികളായ അലി സാഹിബ്, PTA ഭാരവാഹികളായ യാഹു സാഹിബ്, നാസർ സാഹിബ്, മറ്റു മദ്രസയിലെ ബഹുവന്യരായ സദർ ഉസ്താദ്, മറ്റു ഉസ്താദുമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ സംഗമം അവൻ പൊരുത്തപ്പെടുന്ന അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ.
ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം ലഭിച്ച അവിടുത്തെ ഖൈറായ ഉമ്മത്തീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയ സഹോദര സഹോദരിമാർ, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദു ഷരീഫ് നമ്മളിലേക്ക് ആഗതമാകുമ്പോൾ ഏത് ഒരു വിശ്വാസിയുടെയും മനസ്സിൽ എല്ലാ നിലക്കുമുള്ള സന്തോഷം, എല്ലാ നിലക്കുമുള്ള ആഹ്ലാദം അലതല്ലി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ലോകത്തിലുടനീളം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തന സദസ്സുകളും അവിടുത്തെ അനുസ്മരിക്കുകയും ഓർമ്മിക്കുകയും അവിടുത്തെ തിരുസുന്നത്തുകളെ വിളിച്ചോതി തരുകയും ചെയ്യുന്ന ഒരുപാട് ഒട്ടനവധി സദസ്സുകളാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും, നമ്മുടെ കേരളത്തിലല്ല, ഇന്ത്യയിലെന്നല്ല, രാജ്യത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തന സദസ്സുകൾ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ എല്ലാ നിലക്കുമുള്ള ഒരു പരീക്ഷണം കൊണ്ട് നമ്മെ പരീക്ഷിച്ചപ്പോ കൊറോണ വൈറസ് എന്ന പേരിലുള്ള സമൂഹ വ്യാപന രോഗം എല്ലാ നിലക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ കാലഘട്ടത്തിലാണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദു ഷരീഫ് നമ്മളിലേക്ക് ആഗതമാകുന്നത്. ആ സമയത്തും നമുക്കൊന്ന് പരിശോധിച്ചാൽ, നാം ഒന്ന് കണ്ണോടിക്കുമ്പോ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പരിപൂർണമായി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള പ്രകീർത്തന സദസ്സുകളും മദ്ഹു റസൂൽ പ്രഭാഷണങ്ങളും മറ്റു ഒട്ടനവധി സദസ്സുകൾ ഇതുപോലെ ഓൺലൈനായി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് എല്ലാ നിലക്കും ഏത് കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിനോട് അനുയോജ്യമായ നിലക്ക് നമ്മളൊക്കെയും പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മഹല്ല് ഹിലാൽ ജുമാ മസ്ജിദ്, അൻവാഇബുൽ ഉലൂം മദ്രസ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ തൗഫീഖ് കൊണ്ട് 1495 മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദു ഷരീഫ് കടന്നു വന്നപ്പോ എല്ലാ പ്രാവശ്യത്തത് പോലെ തന്നെ അത്ര അങ്ങോട്ടായിട്ടില്ല എങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ അൽഹംദുലില്ലാഹ് നമുക്ക് ചെയ്യാൻ സാധിച്ചു. റബീഉൽ അവ്വൽ 1 മുതൽക്ക് ബഹുവന്യരായ മഹല്ല് പ്രസിഡന്റിന്റെയും മറ്റു മഹല്ല് ഭാരവാഹികളുടെയും ഉസ്താദുമാരുടെയും നാട്ടുകാരുടെയും ഒക്കെ സാന്നിധ്യത്തിലായി നമ്മുടെ മഹല്ലിൽ പതാക ഉയർത്തലോടുകൂടെ 1495 മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിനോടനുബന്ധിച്ചുള്ള പദ്ധതികൾക്ക്, പരിപാടികൾക്ക് നമ്മുടെ മഹല്ലിൽ തുടക്കം കുറിച്ചു. അൽഹംദുലില്ലാഹ് മുടങ്ങാതെ ഇപ്പോഴും നമ്മുടെ പള്ളിയിൽ മഗ്രിബിന് ശേഷം നല്ല മൗലിദിന്റെ പ്രകീർത്തന സദസ്സ് മുടങ്ങാതെ നടന്നു വരുന്നു. അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ റബീഉൽ അവ്വൽ 12 നമ്മളിലേക്ക് ആഗതമായപ്പോ സുബ്ഹിന്റെ മുമ്പായി കൊണ്ട് തന്നെ നമ്മുടെ പള്ളിയിൽ എല്ലാ നിലക്കും റാഹത്തോടുകൂടെ എല്ലാ നിയമങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെ പരിപൂർണമായി കൊണ്ടും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് പ്രകടമാക്കുന്ന രീതിയിലുള്ള നല്ല മൗലിദിന്റെ സദസ്സ്, നല്ല മൗലിദിന്റെ മജ്ലിസ് നമ്മുടെ മഹല്ലിൽ നടന്നു. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിനുശേഷം എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യാറുള്ളത് പോലെ തന്നെ അതേ അങ്ങോട്ട് അടുത്തിട്ടില്ലെങ്കിലും നമ്മുടെ മഹല്ലിലെ മുഴുവൻ സഹോദര സഹോദരിമാർക്കും അൽഹംദുലില്ലാഹ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള തബറുക്ക് വിതരണം നമുക്ക് നടത്താൻ സാധിച്ചു. അതുപോലെ സേവന പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ റോഡിന്റെ 2 സൈഡുകളും ഒരുപാട് വൃത്തിയാക്കിയപ്പോ അത്രത്തോളം ഇല്ലെങ്കിലും പള്ളിയും മദ്രസയും അതിന്റെ പരിസരങ്ങളും ഒക്കെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദു ശരീഫോടനുബന്ധിച്ച്
നമുക്ക് വൃത്തിയാക്കാൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട സുന്നത്ത് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അതിനൊക്കെയും എല്ലാ നിലക്കും ഈ സമയത്ത് മറ്റുള്ളവരെ സഹായിക്കലും മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കാളികളാകലും ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ അനിവാര്യമായ ഘടകമാണെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ മഹല്ലിലെ ഒരു സഹോദരന് എല്ലാ നിലക്കും ഒരു വേദന അനുഭവിക്കേണ്ടി വന്നപ്പോ, ഒരു പ്രയാസം നേരിടേണ്ടി വന്നപ്പോ ആ സഹോദരൻ ഒറ്റപ്പെട്ടുകൂടാ, ആ സഹോദരൻ ഒറ്റക്കായി കൂടാ. ആ സഹോദരന്റെ വേദന ഞങ്ങളുടെ മുഴുവൻ വേദനയാണെന്ന് മനസ്സിലാക്കി നമ്മുടെ മഹല്ലിലെ നല്ലവരായ മുഴുവൻ സഹോദരങ്ങള് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. ഇതര മത സഹോദര സഹോദരിമാർ വരെ ഇങ്ങോട്ട് വന്ന് അവരുടെ വേദനയിൽ ഞാനും പങ്കാളികളാകുന്നു, ഞങ്ങളും പങ്കുചേരുന്നു എന്ന് പറഞ്ഞ് ഒട്ടനവധി സഹായ സഹകരണങ്ങൾ അൽഹംദുലില്ലാ നമുക്ക് ചെയ്തു. ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പാഠം ഉൾക്കൊണ്ട് ആ സഹോദരന് സഹായമാകാനും നമ്മളെ കൊണ്ട് സാധിച്ചു. ഈ സമയത്ത് എന്റെ മഹല്ലിലെ മുഴുവൻ സഹോദര സഹോദരിമാരോടും നിങ്ങൾക്കൊക്കെയും പകരമായി തരാനുള്ളത്, നമ്മുടെ മൗലിദിന്റെ മജ്ലിസിലേക്ക് തബറുക്ക് വിതരണം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഈ പ്രയാസമേറിയ കാലഘട്ടത്തിലും ഒരു മടിയുമില്ലാതെ ഇറച്ചിയും അരിയും മറ്റു അനുബന്ധ സാധനങ്ങളും തന്ന് സഹായിച്ച നമ്മുടെ നാട്ടിലെ നല്ലവരായ സഹോദര സഹോദരിമാർ, വിശിഷ്യ പ്രവാസ ലോകത്ത് പണിയെടുക്കുന്ന പാവങ്ങളായ പ്രവാസി സഹോദരങ്ങള്, അല്ലാഹുവേ അവർക്കൊക്കെയും നീ അർഹമായ പ്രതിഫലം നൽകണം അല്ലാ. അവരെയൊക്കെയും നീ പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. അതുപോലെ തന്നെ നമ്മുടെ സഹോദരനെ സഹായിക്കണമെന്ന ആവശ്യം വന്നപ്പോ അതിനും ഈ ഒരു വലിയ നിലക്ക് സഹായങ്ങൾ ചെയ്തവർ പിന്നെയും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങള് നാട്ടിൽ നിന്നും മറുനാടുകളിൽ നിന്നും പ്രവാസ ലോകത്തു നിന്നും നമ്മെ സഹായിക്കുകയാണ്. അതൊക്കെയും അല്ലാഹുവേ സ്വീകരിച്ച് അവർക്കൊക്കെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം നൽകി അവരുടെ ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ കാര്യങ്ങൾക്കും നീ ഖൈറും ബറക്കത്തും പുരോഗതിയും നൽകി നീ അനുഗ്രഹിക്കണം അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. കൂടുതലായി പറയുന്നില്ല. നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളാണ് നടക്കാൻ പോകുന്നത്. അൽഹംദുലില്ലാ എല്ലാ പ്രാവശ്യവും മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുമ്പോ നമ്മളെക്കാളൊക്കെയും സന്തോഷമുള്ളത്, നമ്മളെക്കാളൊക്കെയും ആഹ്ലാദമുള്ളത് നമ്മുടെ കുരുന്നു മക്കൾക്കാണ്. അവരുടെ പാട്ടുകളും അവരുടെ പ്രസംഗങ്ങളും അവരുടെ കഥകളും എല്ലാമായി പരിപൂർണ സന്തോഷത്തോടു കൂടെ മീലാദു ഷരീഫ് കടന്നു വരുമ്പോ അവരുടെ ഉള്ളിലെ സ്നേഹം എല്ലാ നിലക്കും പ്രകടമാക്കുന്ന വേദി കൂടിയാണ് മീലാദു ഷരീഫ്. ആ സമയത്ത് ഈ സാഹചര്യത്തില് എല്ലാ നിലക്കും അങ്ങനെ ഒത്തൊരുമിച്ച് കൂടുതൽ പ്രയാസം അനുഭവിക്കുമ്പോ, പ്രയാസപ്പെടുമ്പോ അവരെ നിരുത്സാഹപ്പെടുത്തിക്കൂടാ, അവരുടെ കഴിവുകളെ ഒരു നിലക്കും കണ്ടില്ലെന്ന് വെച്ചുകൂടാ എന്ന് കണ്ടിട്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഓൺലൈനായിക്കൊണ്ട് അവരുടെ പാട്ടുകളും പ്രസംഗങ്ങളും കഥകളും എഴുത്തുകളും മറ്റു എല്ലാ മേഖലകളിലുമായി നേരത്തെ സദർ ഉസ്താദ് പറഞ്ഞതുപോലെ ഒരുപാട് ഇനങ്ങളിലായി മത്സരങ്ങൾ ഇൻഷാ അല്ലാഹ് നടക്കുകയാണ്. എല്ലാവിധ സന്തോഷങ്ങളും എല്ലാവിധ വിജയത്തിന്റെ നിലക്കുള്ള എല്ലാ നിലക്ക് സന്തോഷങ്ങളും വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് നേരുകയാണ്. എന്റെ പ്രിയ സഹോദര സഹോദരിമാർ, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചാൽ, അവിടുത്തെ മഹബ്ബത്ത് വെച്ചാൽ അവിടെ നമ്മളോടൊപ്പം ഉണ്ടാകും, അവിടെ നമ്മുടെ കൂടെ ഉണ്ടാകും. അത് അവിടുത്തെ ജീവിച്ചിരിക്കുന്ന കാലത്തിലും അല്ലാത്ത കാലത്തിലും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു അടിമയായ കുട്ടി റോഡ് സൈഡിൽ നിന്ന് കരയുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് എന്തിനാണ് കരയുന്നത്? അവിടെ നിന്ന് പറഞ്ഞു, എന്റെ യജമാനൻ എന്നെ ആ വീട്ടിൽ നിന്ന് ഒരു സാധനം വാങ്ങാൻ പറഞ്ഞയച്ചതാ. തിരിച്ചു പോകുമ്പോ 2 ദിർഹം എന്റെ കയ്യിൽ നിന്ന് വീണുപോയി, അത് കാണാനില്ല. ഇതില്ലാതെ വീട്ടിലേക്ക് ചെന്നാൽ എന്നെ വീട്ടുകാർ, എന്റെ ഉടമസ്ഥൻ എന്നെ തല്ലും വഴക്ക് പറയും. ഇത് പറയുമ്പോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കയ്യിൽ നിന്ന് ആ 2 ദിർഹം എടുത്ത് കൊടുക്കയാ. ആ കുട്ടി വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? 2 ദിർഹം കിട്ടിയില്ലേ, ഇനി എന്തിനാ കരയുന്നത്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ കുട്ടി പറഞ്ഞു, ഒരുപാട് സമയം വൈകിയിട്ടുണ്ട്, ഒരുപാട് സമയം അതിക്രമിച്ചിട്ടുണ്ട്, ഇതുവരെ എവിടെയാണ് ഉണ്ടായിരുന്നത്? കളിക്കാൻ നിന്നതാണോ എന്ന് ചോദിച്ച് എന്റെ യജമാനനെ വഴക്ക്
വഴക്ക് പറയുമെന്ന് എനിക്ക് പേടിയുണ്ടെന്ന് പറയുമ്പോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാർ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരാളെ കൂടെ പറഞ്ഞയച്ച് ഇവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ 2 ദിർഹം വീണ് പോയതും അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി കൊടുത്തതും ഒക്കെ വീട്ടുകാരോട് പറഞ്ഞാൽ മതി. മറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുരുന്നിന്റെ കരം പിടിച്ച് ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ചരിത്രം വളരെ വിശാലമായതുകൊണ്ട് ചുരുക്കി പറയുന്നു. ആ വീട്ടിലേക്ക് കടന്നു ചെന്ന് ആ വീട്ടുകാർ അത്ഭുതത്തോടുകൂടെ എന്തിനാണ് ഇങ്ങനെ ഒരു സംഭവം എന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോ സംഭവങ്ങളൊക്കെയും ചെറിയൊരു കുട്ടിയെ പോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആ വീട്ടുകാർ ആ സമയത്ത് തന്നെ ആ കുട്ടിയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ ഞാൻ പറഞ്ഞു വന്നത്, ചെറിയ ഒരു കുരുന്നിന് ഒരു വിഷമം നേരിടേണ്ടി വന്നപ്പോ, ഒരു പ്രയാസം നേരിടേണ്ടി വന്നപ്പോ അവിടെ കൂട്ടുകാരനെ പോലെ നിന്ന് അവിടത്തെ ഒപ്പം കൈപിടിച്ച് ആ വേദനയ്ക്ക് ഞാൻ പരിഹാരം നൽകാം എന്ന് പറഞ്ഞ് ഒപ്പം നടന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജീവിതകാലത്തും നമുക്ക് ഒരുപാട് റഹ്മത്തായിരുന്നു. എന്റെ പ്രിയ സഹോദര സഹോദരിമാർ, ഈ ആഖിർ സമാനിൽ ജീവിക്കുന്ന ചണ്ടിച്ചവറുകളായ നമുക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടണമെങ്കിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുറുകെ പിടിക്കലല്ലാതെ, അവിടുത്തെ മഹബ്ബത്ത് വെക്കലല്ലാതെ, അവിടുത്തെ എല്ലാ നിലക്കും ഇഷ്ക് വെക്കലല്ലാതെ ഒരു രക്ഷയുമില്ലെന്ന സത്യം നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിൽ ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ, അവിടുത്തെ എല്ലാ നിലക്കും ഹുബ്ബ് വെക്കാൻ, അവിടുത്തെ തിരുസുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മളൊക്കെയും തയ്യാറാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. റഹ്മാനായ റഹീമായ ഗഫൂറായ അല്ലാഹ്, ഞങ്ങളുടെ മഹല്ലിലെ മുഴുവൻ സഹോദര സഹോദരിമാരെ, ഞങ്ങളുടെ മഹല്ലിന് നേതൃത്വം കൊടുക്കുന്ന മഹല്ല് കമ്മിറ്റിയെ, PTA കമ്മിറ്റിയെ, അതുപോലെ ഞങ്ങളുടെ മഹല്ലിന് മുഴുവൻ സഹായ സഹകരണങ്ങൾ ചെയ്തിരുന്ന സഹോദര സഹോദരിമാരെ, പ്രവാസി സഹോദരങ്ങളെ എല്ലാം നീ കബൂലാക്കണം അല്ലാഹ്. എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണം അല്ലാഹ്. നീ പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അവരുടെ ജീവിതത്തിലും ജോലിയിലും ജീവിത മാർഗങ്ങളൊക്കെയും നീ ബറക്കത്ത് നൽകണം അല്ലാഹ്. നീ ഖൈർ വിശാലമാക്കണം അല്ലാഹ്. ശർറുകളെ തൊട്ട്, ആഫത്തുകളെ തൊട്ട്, മുസീബത്തുകളെ തൊട്ട് നീ കാവൽ നൽകി നിന്റെ പൊരുത്തം നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ഈ മഹല്ലിലെ സഹോദരിമാർ 10 ലക്ഷം സ്വലാത്ത് ചെല്ലണമെന്ന് പറഞ്ഞപ്പോ 27 ലക്ഷത്തോളം സ്വലാത്തുകൾ ഈ മഹല്ലിലെ സഹോദരിമാരും സഹോദരങ്ങളും ചൊല്ലിയിട്ടുണ്ട്. അതിന്റെ ഒക്കെയും ബറക്കത്ത് ഈ മഹല്ലിലും മഹല്ലുകാരിലും എല്ലാ സഹോദര സഹോദരിമാരിലും നീ നൽകണം അല്ലാഹ്. പ്രത്യേകിച്ച് ഈ മഹല്ലിലെ ഇതര മത സഹോദര സഹോദരിമാർ നല്ല ഐക്യത്തോടെ സന്തോഷത്തോടെ എല്ലാ നിലക്കും സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ മഹല്ലിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ ഇനി ഐശ്വര്യവും പ്രതാപവും അതുപോലെ തന്നെ അവരുടെ മനസ്സിലെ മുഴുവൻ ഹലാലായ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊടുത്ത് എല്ലാ നിലക്കും നിന്റെ കാവൽ നൽകി നീ അവരെയും അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ നമ്മുടെ ഈ മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1495 ജന്മദിനമെന്നുള്ള മൗലിദിന്റെ കുട്ടികളുടെ മദ്രസ കുട്ടികളുടെ കലാവിരുന്നിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് എല്ലാ നിലക്കും അള്ളാഹുവിന്റെ ബറക്കത്തുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിൽ മഹല്ല് പ്രസിഡന്റ് അഷ്റഫ് കെവി സംസാരിക്കുന്നു. ഹൃദ്യമായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ മഹല്ല് ഖത്തീബ്, മറ്റു ഉസ്താദുമാർ, ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ മഹല്ലിലെ സഹോദരിമാർ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വേദിയിൽ ആശംസ അറിയിച്ച് സംസാരിക്കുന്നു മഹല്ല് ഫിനാൻസ് സെക്രട്ടറി VP ഷംസുദ്ദീൻ ഹാജി. ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد. ആദരണീയനായ അധ്യക്ഷൻ
മഹല്ല് പ്രസിഡന്റ് കെ വി അഷ്റഫ് സാഹിബ്, ബഹുമാനനായ ഖത്തീബ് അബ്ദുൽ ജലീൽ അഹ്സനി, ബഹുമാനപ്പെട്ട സദർ ഉസ്താദ് ഈസ സഖാഫി, അതുപോലെ മറ്റു ഉസ്താദുമാർ, PTA പ്രസിഡന്റ് സിദ്ദി ഹാജി, മറ്റു കമ്മിറ്റി ഭാരവാഹികൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നീട്ടിപ്പരത്തി പറയുന്നില്ല. നമ്മുടെ മഹല്ല് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തി വരുന്ന നബിദിന ആഘോഷവും സ്വലാത്ത് വാർഷികവും അൽഹംദുലില്ലാഹ് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഒരു കുറവും വരുത്താതെ ഒരു പൊതു സ്റ്റേജിൽ വെച്ച് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നില്ല എന്നതൊഴിച്ചാൽ മറ്റൊന്നിനും ഒരു കുറവുമില്ലാതെ നമുക്ക് സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞു. അതിന് പ്രധാനപ്പെട്ട കാരണം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുണ്ട്, സുൻഫാനി മിൻ ഉമ്മത്തി ഇദാ സ്വലഹ സ്വലഹൻ നാസ് കുല്ലുഹും വഇദാ ഫസദ ഫസദൻ നാസ് കുല്ലുഹും. എൻ്റെ സമൂഹത്തിൽ രണ്ട് വിഭാഗം ആളുകൾ, അവർ നന്നായാൽ ഈ മൊത്തം സമുദായം നന്നായി, അവർ ദുഷിച്ചാൽ ഈ സമൂഹം ദുഷിച്ചു. അത് ഉലമാഉം ഉമറാഉമാണ്, പണ്ഡിതന്മാരും മഹല്ല് ഭാരവാഹികളുമാണ്. സത്യത്തിൽ പറഞ്ഞാൽ ഇവിടെ നടന്നത് ബഹുമാന്യരായ ഖതീബ് ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള കീഴിലുള്ള ഉസ്താദുമാരുടെ സംഘവും മഹല്ല് കമ്മിറ്റിയും ഒത്തൊരുമിച്ച് ശ്രമിച്ചത് കൊണ്ട്, പ്രവർത്തിച്ചത് കൊണ്ട് നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹായം, സഹകരണം അൽഹംദുലില്ലാഹ് സാമ്പത്തികമായി വളരെ പ്രതിസന്ധി നേരിടുന്ന ഈ സമയത്തും പ്രവാസി സുഹൃത്തുക്കളടക്കം എല്ലാവരും വലിയ ഒരു സംഖ്യ സഹായിച്ച് സഹകരിച്ച്, മാത്രമല്ല നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്റെ സഹായത്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ ചികിത്സക്ക് ആവശ്യമായ മുഴുവൻ ഫണ്ടും നമ്മുടെ നാട്ടുകാരുടെ, നമ്മുടെ മഹല്ല് നിവാസികളുടെ സഹകരണത്തോടു കൂടി തന്നെ സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞ മഹത്തായ അനുഭവം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എൻ്റെ സമൂഹത്തിൽ രണ്ട് വിഭാഗം പണ്ഡിതന്മാരും ഉമറാക്കളും ഉദ്ദേശിക്കുന്നത് മഹല്ല് ഭാരവാഹികൾ, മഹല്ല് നേതൃത്വം ആരായാലും, ഏത് കാലത്ത് ഇന്നലെയും ഇന്നും നാളെയും വരാൻ പോകുന്ന ഭാരവാഹികൾ അവരാരായാലും അവരും പണ്ഡിത നേതൃത്വവും സഹകരിച്ചാൽ മഹല്ലിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയും എന്നതിന് ഉദാഹരണമാണ് നാം കഴിഞ്ഞ ദിവസം നടത്തിയ തബറുക്ക് വിതരണം. മുൻകാലങ്ങളെക്കാൾ മെച്ചപ്പെട്ട രൂപത്തിൽ ഭക്ഷണം പാകം ചെയ്ത് കൊടുത്തിട്ടില്ല എന്നതൊഴിച്ചാൽ വളരെ ഭംഗിയായി നടത്തുവാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. വിശദമായി പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ദർശനങ്ങൾ ലോകത്ത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ട അനിവാര്യത മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, COVID-19 ആരംഭത്തിൽ വ്യാപകമായി റോഡിലും കവലയിലും പള്ളിയിലും ക്ഷേത്രങ്ങളിലുമെല്ലാം ഒരു ഡ്രമ്മ് വെള്ളവും സോപ്പും എല്ലാം വെച്ചിരുന്നു. ഹാൻഡ് വാഷ്, കൈകൾ ശുദ്ധിയായി സൂക്ഷിക്കലാണ് എപ്പോഴും ആവശ്യം. രോഗം പ്രതിരോധത്തിന് അതാണ് ഏറ്റവും ആവശ്യമെന്ന് പഠിപ്പിച്ചു ഈ സമൂഹം. വൈദ്യശാസ്ത്രവും ആധുനിക ശാസ്ത്രമെല്ലാം പറഞ്ഞപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു, നിങ്ങൾ പൂർണ്ണമായി എപ്പോഴും അംഗശുദ്ധി വരുത്തണം. നിങ്ങൾ യാത്ര ചെയ്യാൻ വരുമ്പോഴുമ്പോൾ ഉളു ചെയ്ത് സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടായിരിക്കണം ഇറങ്ങേണ്ടത്. വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഉളു ചെയ്യണം. നിങ്ങൾ കിടന്നുറങ്ങുന്ന നേരത്ത് ഉളു ചെയ്യണം. നിങ്ങൾ ഉണരുമ്പോൾ ഉളു ചെയ്യണം. 5 നേരം നിർബന്ധമായി ഉളു ചെയ്തുകൊണ്ട് നിസ്കരിക്കണം. അങ്ങനെ വൃത്തിയുടെ കാര്യത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. കൊറോണ വൈറസിനുള്ള പ്രതിരോധം എന്താണെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കറിയാം. നിങ്ങൾ തുമ്മുമ്പോൾ, നിങ്ങൾ കോട്ടുവായിടുമ്പോൾ ഇടത് കൈ കൊണ്ട് വായ മൂടി വെക്കണമെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശാസ്ത്രജ്ഞനൊന്നും ആയിരുന്നില്ല. പക്ഷെ അവിടുത്തെ ദർശനങ്ങൾ അത് എന്നും നിലനിൽക്കുന്നതാണ്. അത് ഈ സമൂഹത്തെ, ഈ സമുദായത്തെ, ഈ ലോകത്തെ ബോധ്യപ്പെടുത്തൽ നമ്മുടെ കടമയാണ്. അതിന് ഇത്തരം നബിദിനാഘോഷങ്ങൾ ഉപകരിക്കപ്പെടണം. ഇവിടെ നിന്ന് കിട്ടുന്ന സന്ദേശങ്ങൾ, ഇത്തരം സദസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങളും ദർശനങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടായിരിക്കണം ഈ സമൂഹത്തെ, ഈ ലോകത്തെ നാം അത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. പ്രസംഗത്തിലൂടെ മാത്രമല്ല, എഴുത്തിലൂടെ മാത്രമല്ല, അല്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് ഇടുന്നതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ പ്രവർത്തനമായിരിക്കണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുത്തെ ജീവിതമായിരുന്നു അവിടുത്തെ ദർശനങ്ങൾ. എന്ത് പറഞ്ഞോ
അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു. ചെയ്ത കാര്യം മാത്രമാണ് ലോകത്തോട് പറഞ്ഞത്. ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന ജീവിത ദർശനങ്ങൾ പരമാവധി നാം ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ ഇത്ര മാരകമായ രോഗങ്ങൾ ഒരിക്കലും നമുക്ക് വരികയില്ല. നമുക്കറിയാം ഈ രോഗത്തിന്റെ ഉൽപ്പത്തി ചൈനയിൽ നിന്നാണ്. ആ യാതൊരു വൃത്തിയുമില്ലാത്ത ആ മാർക്കറ്റിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു എന്ന് പറയുന്ന ആ രോഗം. അതേസമയത്ത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്നളാഫത്തു മിനൽ ഈമാൻ, ശുദ്ധി, വൃത്തി അത് ഈമാന്റെ ഭാഗം തന്നെയാണ്. വൃത്തിയും ശുദ്ധിയും ഇല്ലാത്ത ഒരാൾ മുഅ്മിൻ, പരിപൂർണ്ണ മുഅ്മിൻ പോലും ആവുകയില്ല എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനവർകൾ നമുക്ക് കാണിച്ചു തരാത്ത, പറഞ്ഞു തരാത്ത, ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിക്കാത്ത ഒരു കാര്യവുമില്ല. ആ അത്തരം കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ നാം പുലർത്തുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കും ലോകത്തിനും സമാധാനവും സന്തോഷവും ലഭിക്കും. അതിന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ വേണ്ടി എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തന്ന നാട്ടുകാർ, എത്ര അവരോട് നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ഉസ്താദ് സൂചിപ്പിച്ച എല്ലാ വിഷയങ്ങളും ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇത്രയും പ്രയാസത്തിനിടക്ക് ഈ നബിദിനാഘോഷത്തിന് വേണ്ടി ഭക്ഷണത്തിന്, മാംസത്തിന്, മരിക്കുമെല്ലാം വാട്സപ്പിലൂടെ ഉസ്താദ് വോയിസ് ഇട്ടപ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ ആവശ്യമായ ഫണ്ട് വന്നു എന്ന് മാത്രമല്ല, പ്രിയപ്പെട്ട സഹോദരന്റെ ചികിത്സ ആവശ്യവും പറഞ്ഞപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഏകദേശം അതിലേക്ക് ആവശ്യമായ ഫണ്ട് നമ്മുടെ മഹല്ല് സഹോദരന്മാർ ഓഫർ ചെയ്തു. അൽഹംദുലില്ലാ. എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമാണ് ഞങ്ങൾക്ക് കഴിയുക. ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നിർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാർ, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് ആശംസകൾ നേർന്നുകൊണ്ട്, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഇതിലൂടെ ഇത്തരം പരിപാടികളിലൂടെ നേടുന്ന കഴിവുകൾ വരും കാലത്തും ഉപയോഗപ്പെടുത്തണം. മദ്രസ വിദ്യാഭ്യാസം അവസാനിക്കുന്നതോടുകൂടി നിങ്ങളിലുള്ള കഴിവ്, ഇതിന്റെ മുമ്പിലിരിക്കുന്ന പല വിദ്യാർത്ഥി എനിക്കറിയാം, അവരൊക്കെ വളരെ മിടുക്കൻ പ്രാസംഗികന്മാരായിരുന്നു ഈ മദ്രസയിലേക്ക് വരുന്ന സമയത്ത്. പക്ഷേ അതെല്ലാം ആ മദ്രസയിൽ നിന്ന് പോയപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഇല്ലാതായി. ഒരിക്കലും പാടില്ല. നിങ്ങൾ നല്ല പ്രാസംഗികന്മാരാവണം, നല്ല എഴുത്തുകാരാവണം, നല്ല ഗായകന്മാരാവണം, നല്ല നിരൂപകന്മാരാവണം, എല്ലാം ആവണം. നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ മറഞ്ഞു കിടന്നിരുന്ന കഴിവ് 10ാം ക്ലാസ്സിലെ മദ്രസ അവസാനിക്കുന്നതോടുകൂടി അവസാനിക്കാൻ പാടില്ല, തുടരണം. നിങ്ങൾ ധർമ്മയുദ്ധം, വേണ്ടാത്ത ജിഹാദല്ല ഉദ്ദേശിക്കരുത്, ധർമ്മയുദ്ധം. അത് എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും പാട്ടിലൂടെയും എല്ലാം നിങ്ങൾ പ്രകടിപ്പിക്കണം. നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്യുന്നവരാവണം എന്ന് മാത്രം. നാം നേരത്തെ പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ വൽതകും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈറി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നന്മയെ കൊണ്ട് ഉത്ബോധിപ്പിക്കുകയും തിന്മയ്ക്കെതിരെ ഗർജിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം അതായിരിക്കണം നിങ്ങൾ, അതായി മാറണം നിങ്ങൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ പരിപാടിയോട് സഹകരിച്ച എല്ലാ മഹല്ല് നിവാസികൾക്കും കമ്മിറ്റിക്ക് വേണ്ടി നന്ദി അറിയിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിൽ ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഈ ഒരു സദസ്സ് ഇവിടെ സംഘടിപ്പിക്കാൻ കാരണക്കാരായ ഈ മഹല്ല് ഭാരവാഹികൾ, ബഹുമാന്യരായ ഉസ്താദുമാർ, മറ്റ് സഹോദരന്മാർ, ഇവിടുത്തെ വിദ്യാർത്ഥികൾ, എല്ലാവരും ഇതിന് എല്ലാ നിലക്കുള്ള പ്രതിഫലവും അർഹിക്കാൻ അർഹരാണ്. അതിനുവേണ്ടി എല്ലാ നിലക്കുള്ള പ്രവർത്തനങ്ങളും നല്ല പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. എല്ലാ നിലക്കുള്ള അർഹമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹനീയ സദസ്സിന് ഉദ്ബോധനം നൽകുന്നു മുഹ്സിൻ അഹ്സനി കക്കടിപ്പുറം. ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹ്, വളരെയധികം പ്രയാസവും പ്രതിസന്ധിയും നിറഞ്ഞ ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ അൽഹംദുലില്ലാഹ് വളരെ വിപുലമായി തന്നെ നമ്മുടെ നാട്ടിൽ മീലാദ് പരിപാടികളൊക്കെ നടത്താൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്, എല്ലാ പരിപാടിയും പതിവ് പോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ മദ്രസ വിദ്യാർത്ഥികളുടെ ഈ പ്രോഗ്രാം മാത്രം വ്യത്യസ്തമായ രൂപത്തിലേക്ക് മാറി കാലഘട്ടത്തിൻ്റെ ഉയർച്ചക്കനുസരിച്ച് തന്നെ
അതിനോടനുസരിച്ച് ആ അള്ളാഹു തആല ദുനിയാവിൽ തരുന്ന പലവിധ ആനുകൂല്യങ്ങളും പലവിധ കണ്ടുപിടുത്തങ്ങളും ഉപകാരപ്രദമായ നന്മയുടെ വഴിയിലേക്ക് തിരിച്ചുവിടാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിയുന്നു. അതിൻ്റെ ഒരു മാർഗമാണ് ഇപ്പോൾ നമ്മുടെ മീലാദിൻ്റെ പരിപാടി ഇങ്ങനെ ഓൺലൈനായിട്ട് നടക്കുക എന്നത്. മദ്രസ ക്ലാസ്സുകളും എല്ലാം പുതുതായി വരുന്ന എല്ലാവിധ വളർച്ചയും ഉയർച്ചയും നന്മയുടെ വഴിയിലേക്ക് തിരിച്ചുവിടാൻ നമുക്ക് കഴിഞ്ഞു. അൽഹംദുലില്ലാ. അല്ലാഹു തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ മുഴുവനും അങ്ങ് കബൂലാക്കി തരുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് നാം സ്നേഹിക്കേണ്ടത്. അവിടുത്തെ മാത്രമേ സ്നേഹിക്കാൻ അവകാശവും അർഹതയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഹബീബിനോടുള്ള ഹുബ്ബ് അല്ലാഹു തആല ആഖിറത്തിൽ വെളിച്ചമാക്കി തരുമാറാവട്ടെ. ചെറുപ്പം മുതൽ, ജനിച്ചത് മുതൽ മരണം വരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് നീങ്ങി നിൽക്കുന്ന ഒരു ഘട്ടവും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ചെറിയ ക്ലാസ് മുതൽ, ചെറിയ കുട്ടികൾ മുതൽ മരണം വരെ ആ തങ്ങളുടെ സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞുനാൾ മുതൽ തന്നെ അവർ പാടിയും പറഞ്ഞും പ്രസംഗിച്ചും എല്ലാം തന്നെ മുത്തുനബിയുടെ മധുര കീർത്തനങ്ങൾ പറയുന്നത്. അല്ലാഹു തആല നമുക്കൊക്കെ ബർക്കത്ത് നൽകുമാറാവട്ടെ. കുട്ടികൾക്കൊക്കെ നല്ല ഇൽമും അറിവും തഖ്വയും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. അവസാനം ഈമാൻ പരിപൂർണമായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ഒരുമിച്ചുകൂടി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ധന്യമായ സദസ്സിന് ഉദ്ബോധനം നൽകുന്നു ഈസ സഖാഫി കൊപ്പം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനമുള്ള അധ്യക്ഷൻ, മഹല്ല് പ്രസിഡന്റ്, മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ, PTA പ്രസിഡന്റ്, സദർ ഉസ്താദ്, ഖത്തീബ് ഉസ്താദ്, അതുപോലെ മറ്റു ഉസ്താദുമാരെ, സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നൂതനമായ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അൽഹംദുലില്ലാ ഇപ്രാവശ്യത്തെ നബിദിന പരിപാടി സംഘടിപ്പിക്കാൻ സംഘടിപ്പിക്കുന്നു. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ സമയത്ത് സമയദൈർഘ്യം ഭയപ്പെട്ടുകൊണ്ട് സുദീർഘമായി ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. നമുക്കറിയാം, ഇതുപോലെ റബീഉൽ അവ്വലുകൾ സമാഗതമാകുമ്പോഴാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്, അവിടുത്തെ ജീവിത രീതികളെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനും ഒക്കെ നമുക്ക് സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടാകുന്നത് നമ്മുടെ മക്കളുടെ പ്രസംഗങ്ങളിലൂടെയും പാട്ടിലൂടെയും കഥകളിലൂടെ ഒക്കെ ആയിക്കൊണ്ട് ആ മുത്തുനബിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനും അറിയാനുമുള്ള സാഹചര്യം ഒരുങ്ങുന്നത് കൂടുതലായിക്കൊണ്ട് റബീഉൽ അവ്വൽ സമാഗതമാവുന്നതോടുകൂടെയാണ്. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണല്ലോ ഇതുപോലുള്ള സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇതുകൊണ്ട് മാത്രം നിർത്താതെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത രേഖകൾ, ജീവിത മാർഗങ്ങൾ, അതുപോലെ ജീവിതചര്യകൾ, അതൊക്കെ നാം പുസ്തകങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ഒക്കെ കേട്ട് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ മാത്രമാണ് നാം ഒരു യഥാർത്ഥ സത്യവിശ്വാസിയാകുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്കറിയാം, ധാരാളം മാസികകൾ നബിസ് ദിന സ്പെഷ്യലായിക്കൊണ്ട്, നബിസ്മരണകൾ അയവിറക്കിക്കൊണ്ട് ധാരാളം മാസികകളും വാരികകളുമൊക്കെ ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങളായി നമ്മുടെ മുന്നിലുണ്ട്. അതൊക്കെ വായിച്ചുകൊണ്ട്, അതുപോലെ പ്രസംഗങ്ങൾ പണ്ഡിതന്മാരുടെ ധാരാളം നമ്മുടെ മുന്നിലുണ്ട്. അതൊക്കെ കേട്ടുകൊണ്ട് ആ മുത്തുനബിയുടെ ജീവിത ചര്യകൾ നാം വായിക്കുകയും അവിടുത്തെ പ്രബോധന കാര്യങ്ങൾ എങ്ങനെയായിരുന്നു, ഓരോ വിഷയങ്ങളിലും അവിടുന്ന് ഇടപെട്ടത് എങ്ങനെയായിരുന്നു എന്നൊക്കെ വളരെ വിശദമായി നമുക്ക് പഠിക്കാനും അറിയാനും കഴിയുന്ന സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ കൂടുതൽ അറിയാനും പഠിക്കാനും അവിടുത്തെ ചര്യ കഴിവിൻ്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ഒക്കെ നാം ഉത്സാഹിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്കതിനൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ കൂടലും പിരിയലും ഒക്കെ അള്ളാഹു പൊരുത്തപ്പെടുന്ന അമലായി നമ്മിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അവസാനം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗ്ഗലോകത്തിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ആശംസ അറിയിക്കുന്നു മദ്രസ PTA പ്രസിഡന്റ് സിദ്ദീഖ് ഹാജി. ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഉസ്താദ് എല്ലാവരും വലിയ ഉസ്താദൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. കൂടുതൽ എല്ലാവരും പറയുന്നില്ല. എല്ലാവരും അസ്സലാമു അലൈക്കും ആശ്രമം. ഈ മഹനീയ സദസ്സിനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു
PTA സെക്രട്ടറി നാസർ VP സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി നമ്മുടെ മദ്രസ പിഞ്ചുമക്കളുടെ കലാപരിപാടിയുടെ ഉദ്ഘാടന സദസ്സിൽ പങ്കെടുത്ത നമ്മുടെ മഹല്ല് കമ്മിറ്റി മെമ്പർമാർ, അതുപോലെ തന്നെ നമ്മുടെ നല്ലവരായ നാട്ടുകാർ, അതുപോലെ തന്നെ PTA കമ്മിറ്റി മെമ്പർമാർ, മദർസ കമ്മിറ്റി ഡീലർമാർ, അതുപോലെ തന്നെ ഈ പരിപാടിക്ക് ഇന്നലെ മുതൽ ഇന്ന് വരെയും കഷ്ടപ്പെടുന്ന ഹബീബ് സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് നല്ല രീതിയിൽ തന്നെ വർഷങ്ങളായി ഇൽമ് പകർന്നു നൽകുന്ന നമ്മുടെ മദർസ അധ്യാപകർ, എല്ലാവർക്കും ഈ സദസ്സിലെ ഉൾപ്പെട്ട ഈ പരിപാടിയുടെ ഉദ്ഘാടന സദസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു 3 സലാത്തോടു കൂടി പിരിച്ചുവിടുന്നതായി അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് റബ്ബി സല്ലി അലൈഹി വസല്ലം.